ഹൈ. ചേട്ടാ ഫുൾ ടാങ്ക് ആ ഫസ്റ്റ് കട്ട് ഓഫ് വരുമ്പോൾ നിർത്തി കേട്ടോ. ആ ഫസ്റ്റ് കട്ട് ഓഫ് മതി. വേണ്ട വേണ്ട മതി മതി. എത്ര 7.68. നമ്മുടെ ട്രിപ്പ് ഒന്ന് റീസെറ്റ് ചെയ്യാം. ഓക്കെ 0. ഈശ്വരമായി തുടങ്ങാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ എക്സ്പൾസ് OBD2-ൻ്റെ ഒരു മൈലേജ് ടെസ്റ്റാണ്. മൈലേജ് ടെസ്റ്റ് എന്ന് പറയുമ്പം പ്യൂർലി ഒരു മൈലേജ് ടെസ്റ്റ് മാത്രമല്ല ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ടിപ്സും ഹാക്സും ഒക്കെ ഉൾപ്പെടുത്തി ഒരു വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പ്ലസ് നമ്മുടെ മൈലേജ്. ഞാൻ ഇപ്പം നമ്മുടെ വണ്ടിക്ക് ഏകദേശം ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ നേരെ പോകുന്നത് മാമ്പലക്കണ്ടത്തേക്കാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഈ വീഡിയോയിൽ കുറച്ച് ഓഫ് റോഡും എല്ലാം പിടിച്ചിട്ട് ഒരു കമ്പൈൻഡ് വീഡിയോ ആയിരിക്കും. അതായത് ഒരു ഡെയിലി യൂസിൽ നിങ്ങൾക്ക് എത്രത്തോളം മൈലേജ് എക്സ്പെൻസിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാം എന്ന് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പം അതിൻ്റെ കൂടെ ഞാൻ ടിപ്സും ഹാക്സും എന്ന് ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയൊക്കെ വണ്ടി ഓടിക്കാം, നമുക്കൊരു നല്ല മൈലേജ് കിട്ടണമെങ്കിൽ വണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ ഒരു മൈലേജ് ടെസ്റ്റ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴ തിരുവല്ല റൂട്ടിലാണ്. നമ്മൾ മാമ്പലക്കണ്ടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇറങ്ങിയിട്ടേ ഉള്ളൂ. നമ്മളെപ്പം അങ്ങ് ചെല്ലും, എന്താണ് അവസ്ഥ, അവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാണ്, രീതി എങ്ങനെയാണ് ഒന്നും അറിയില്ല. ജസ്റ്റ് നമ്മൾ വെതർ ഫോർകാസ്റ്റ് നോക്കി അതിനുശേഷം അങ്ങ് ഇറങ്ങുകയാണ്. വൺ എന്താണെന്ന് പറയാം, നമുക്ക് നല്ലൊരു മൈലേജ് കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് വണ്ടിയുടെ RPM ആണ്. അതായത് നമ്മൾ ത്രോട്ടിൽ എത്രത്തോളം കൊടുക്കുന്നു അതിനനുസരിച്ചായിരിക്കും വണ്ടിയുടെ ഫ്യൂവൽ പമ്പിലേക്ക് പെട്രോൾ എത്തുന്നത്. അപ്പോൾ നമ്മൾ RPM എത്ര ലിമിറ്റ് ചെയ്ത് ഓടിക്കുന്നു അപ്പോൾ അത്രയും, അതായത് നമ്മൾ ഒട്ടും കൈ കൊടുക്കാണ്ട് ഓടിക്കണമെന്നല്ല, പക്ഷെ ഒരു ഓവർ ആയിട്ട് കൈ കൊടുത്ത് ഓടിക്കുകയും ചെയ്യരുത്. അതുപോലെ തന്നെ ഒട്ടും കൈ കൊടുക്കാതെ എൻജിൻ നോക്ക് ചെയ്ത് ഓടിക്കുകയും ചെയ്യരുത്. നമ്മളെ വണ്ടിക്ക് ഒരു സ്വീറ്റ് സ്പോട്ട് ഉണ്ടാവും. നിങ്ങൾക്ക് ഇപ്പം എൻ്റെ വണ്ടി എക്സ്പ്രസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്കൊരു 5th ഗിയറിൽ 60ൽ ഒരു എപ്പോഴും അപ്സും ഡൗൺസും ഒന്നും ഇല്ലാതെ, ഗിയർ ഷിഫ്റ്റിംഗ് ഒന്നും ഇല്ലാതെ, ഒരു ലീനിയറായിട്ട് തരക്കേടില്ലാത്ത രീതിയിൽ കൈ കൊടുത്ത് പോകുമ്പം എനിക്ക് അത്യാവശ്യം നല്ലൊരു മൈലേജ് തന്നെ കിട്ടാറുണ്ട്. അപ്പം അതാണ് ഒന്നാമത്തെ പോയിൻറ്റ്, കീപ്പ് യുവർ RPM. അപ്പം ആ ഒന്നാമത്തെ പോയിൻറ്റ് മാന്യമായിട്ട് തന്നെ കീപ്പ് ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു മൈലേജ് എക്സ്പെക്റ്റ് ചെയ്യാം. പിന്നെ രണ്ടാമത്തെ കാര്യമാണ് വണ്ടിയുടെ എയർ പ്രഷർ. വണ്ടി നമ്മുടെ മാനുഫാക്ചർ റെക്കമെൻഡ് ചെയ്യുന്ന എയർ പ്രഷർ എല്ലാ വണ്ടിയുടെ യൂസർ മാനുവലുണ്ടാവും. നമുക്ക് നെറ്റിലടിച്ച് ജസ്റ്റ് നെറ്റിലൊന്ന് നോക്കിയാൽ മതി. എക്സ്പൾസ് OBD2 അല്ലെങ്കിൽ എക്സ്പൾസ് എക്സ്പൾസ് ടയർ പ്രഷർ ഇത്രയാണ്. അപ്പം ഫ്രണ്ട് ഇത്ര PSI, ബാക്ക് ഇത്ര PSI, ലോഡ് കയറുകയാണെങ്കിൽ ഇത്ര, അതായത് വെയിറ്റുള്ള പില്ലിയാണെങ്കിൽ ഇത്ര PSI എന്നൊക്കെ ഒരു കാൽക്കുലേറ്റഡ് സാധനം നമുക്ക് നെറ്റിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അത് നോക്കി PSI സെറ്റ്. ഇപ്പം നിങ്ങളൊരു ലോങ് ഡ്രൈവ് പോവുകയാണ്, നിങ്ങൾ ഒറ്റയ്ക്കാണ് പോകുന്നത്, പില്ലിയനില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അത് നോക്കിയൊരു ബെറ്റർ PSI സെറ്റ് ചെയ്ത് അതനുസരിച്ച് പോവാം. അതാകുമ്പം നമ്മുടെ വണ്ടിയുടെ റൈഡിങ് കുറച്ചുകൂടെ കംഫർട്ടാകും. നമ്മൾ എയർ ഇല്ലാണ്ട് ഓടിക്കുക എന്ന് പറയുമ്പം വണ്ടി കുറച്ചുകൂടെ ലാഗ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഇപ്പം ടയറ് മാക്സിമം റോഡുമായിട്ട് കോണ്ടാക്റ്റിലായിരിക്കും. അപ്പോൾ അങ്ങനെ കോണ്ടാക്റ്റ് കൂടുന്നതനുസരിച്ച് ഇതിൽ ഫ്രിക്ഷനും ഒരുപാട് കൂടുതലായിരിക്കും. അപ്പം ടയർ മുമ്പോട്ട് ഉരുണ്ട് പോകാനുള്ള ടെൻഡൻസി കുറച്ച് കുറയും എന്ന് വെച്ചാൽ ഫ്രിക്ഷൻ കൂടുതലായിരിക്കും. അപ്പം വണ്ടി മുമ്പോട്ട് പോകാൻ കുറച്ചുകൂടെ കഷ്ടപ്പെടും. അപ്പോൾ ആ കഷ്ടപ്പാട് കുറയ്ക്കാൻ നമ്മൾ നല്ലൊരു ബെറ്റർ PSI മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അപ്പം വണ്ടിക്ക് എൻജിൻ അത്രയും സ്ട്രെസ് ആവില്ല. മുമ്പേ ഞാൻ പറഞ്ഞ RPM, അപ്പോൾ ടയർ കുറവാണെങ്കിൽ RPM കുറച്ചുകൂടെ നമ്മൾ കയറ്റി പിടിക്കേണ്ടി വരും, നമ്മൾ നല്ലൊരു സ്മൂത്ത് റൈഡ് ആവണമെങ്കിൽ. അപ്പം രണ്ടാമത്തെ പോയിൻ്റ് അതാണ് എയർ. നമ്മൾ എയർ കീപ്പ് ചെയ്യുക. മൂന്നാമത്തെ പോയിൻ്റ് നമ്മുടെ ചെയിനാണ്. നമ്മുടെ ചെയിൻ നമ്മൾ എത്രത്തോളം വെൽ ലൂബ്ഡായിട്ട് വെക്കുന്നു, അല്ലെങ്കിൽ എത്രത്തോളം കറക്റ്റ് ടൈറ്റും എല്ലാം നോക്കി ബാലൻസ് ചെയ്ത് വെക്കുന്നു, അത്രത്തോളം വണ്ടി ഓടാൻ കുറച്ചുകൂടെ സ്മൂത്ത് കൂടുതലായിരിക്കും. നല്ല സ്മൂത്തായിട്ട് വണ്ടി ഓടും. ഇപ്പം നമ്മൾ അറിയാത്ത ആൾക്കാരുടെ കയ്യിലൊക്കെ കൊടുത്ത് ചെയിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പം ചിലപ്പോൾ ഓവർ ടൈറ്റ് ആവാം, ചിലപ്പോൾ ലൂസാവാം. നമുക്ക് ഇത് എത്ര
ടൈറ്റ് ചെയ്യണം. നിങ്ങൾക്കും തന്നെ ടൂൾസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും വീട്ടിൽ തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ അത് പ്രോപ്പർ ഗൈഡൻസിലോ അല്ലെങ്കിൽ പ്രോപ്പർ നോളജിലോ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങളുടെ ചെയിൻ്റെയും സ്പോക്കറ്റിൻ്റെയൊക്കെ ലൈഫ് പെട്ടെന്ന് കുറയാൻ അത് കാരണമാവും. കാരണം നമ്മൾ വാക്കില്ലാണ്ടൊക്കെ വെച്ച് ടൈറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയിനൊക്കെ പൊട്ടിപ്പോകും. നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന ടൈമിലായിരിക്കും പെട്ടെന്ന് ചെയിൻ പൊട്ടുന്നത്. നമ്മളൊരു ഹൈ സ്പീഡിലോ അല്ലെങ്കിൽ ഇതുപോലൊരു ഓവർടേക്കിംഗ് സിറ്റുവേഷനിലൊക്കെ ആണെങ്കിൽ അത് നല്ല പണിയാവും. അപ്പം ഒരു പ്രോപ്പർ ഗൈഡൻസ് എടുക്കുക, ഒരു പ്രോപ്പർ നോളജിൽ ചെയിൻ നിങ്ങൾക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അത്രയും ബെറ്റർ. അല്ലെങ്കിൽ ഒരു പ്രോപ്പർ സർവീസ് സെൻ്ററിലോ എവിടെയെങ്കിലും കൊടുത്ത് പ്രോപ്പറായിട്ട് ചെയിൻ ടൈറ്റ് ചെയ്യുക, ലൂബ് ചെയ്ത് ക്ലീനൊക്കെ ആക്കി സെറ്റാക്കി വെക്കുക. അതാണ് മൂന്നാമത്തെ പോയിൻറ്റ്. നമ്മൾ ഓവറായിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യാണ്ടിരിക്കുക. അതായത് നമ്മൾ പ്രോപ്പർലി ഗിയർ ഷിഫ്റ്റ് വേണ്ടത് ഷിഫ്റ്റ് ചെയ്യണം, അത് വേണ്ട എന്നല്ല പറയുന്നത്. പക്ഷേ നമ്മൾ ആവശ്യമില്ലാതെ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുക, അപ്പ് ഷിഫ്റ്റ് ചെയ്യുക, വണ്ടി പവർ കുറവാണോ എന്ന് തോന്നി പെട്ടെന്ന് ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് കൈ കൊടുത്ത് കൂടുതൽ കയറ്റി അങ്ങനെ അപ്പ് ഷിഫ്റ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യാതിരിക്കുക. നമ്മളിപ്പോൾ മൈലേജിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമുക്ക് സിറ്റിയിൽ ഇത്ര, ഹൈവേസിൽ ഇത്ര. നമുക്ക് ഹൈവേസിൽ കൂടുതൽ മൈലേജ് കിട്ടാനുള്ള കാരണം നമ്മുടെ ക്ലച്ച് യൂസും ഗിയർ യൂസും എല്ലാം കുറവാണ്. നമ്മളൊരു കോൺസ്റ്റൻറ്റ് RPM വണ്ടി ഇങ്ങനെ റെവ് ചെയ്ത് പൊയ്ക്കൊണ്ടേയിരിക്കും. അപ്പം ഒരു കോൺസ്റ്റൻറ്റ് RPM പോകുമ്പോൾ വണ്ടിക്ക് അത്രയും എഫർട്ട് കുറവാണ്. നമ്മൾ കൈ കൊടുത്ത് കയറ്റുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഫ്യൂൽ പമ്പിന് അത്രയും ഫ്യൂവൽ എടുക്കേണ്ടി വരും. അപ്പം നമ്മൾ കോൺസ്റ്റൻ്റായിട്ട് ഗിയർ ഷിഫ്റ്റിംഗ് നടത്തി പോകാണ്ടിരിക്കുക. ഇപ്പം ഞാൻ ചെയ്തതുപോലെ നമ്മളൊരു ഓട്ടോ കുറുക്ക് വന്നു, അപ്പം നമുക്ക് ഷിഫ്റ്റ് ചെയ്യണം. ഒരു പ്രോപ്പർ ഷിഫ്റ്റിങ്ങിന് നമുക്കൊരു ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കണം. അല്ലാതെ ക്ലച്ച് താങ്ങി എടുത്തു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ക്ലച്ചിനും എല്ലാത്തിനും കംപ്ലൈൻറ്റും വരും. അപ്പം ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും, ചെയ്യണമെന്നാണോ ചെയ്യേണ്ടെന്നാണോ പറയുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ആവശ്യമില്ലാണ്ട് ഇട്ട് ഷിഫ്റ്റ് ചെയ്ത് ചെയ്യാണ്ടിരിക്കുക. ക്ലച്ച് യൂസ് മാക്സിമം കുറയ്ക്കുക. അങ്ങനെ കുറയ്ക്കുമ്പോൾ തന്നെ ഒരു നല്ല ശതമാനം പെട്രോൾ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. വരുന്നതൊക്കെയാണ് മതി. അപ്പോൾ 251 കിലോമീറ്റർ നമുക്ക് ഓടാനായേക്കുന്ന എണ്ണ എന്ന് പറയുന്നത് 5.34 ലിറ്ററാണ്. അപ്പം അത് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 47 അറൗണ്ട് മൈലേജ് കിട്ടുന്നുണ്ട്. ഞാനൊരിക്കലും ഈ 47 പോലും ഈ ഓട്ടത്തിൽ കിട്ടുമെന്ന് വിചാരിച്ചില്ല. കാരണം നമ്മൾ മാമലക്കണ്ടത്ത് പോയി അത്യാവശ്യം നല്ല റഫ് ടെറൈൻസിലാണ് നമ്മൾ ഓടിച്ചത്. അതല്ലാതെ ഞാൻ രാവിലെ പറഞ്ഞ പോലെ തന്നെ നല്ല ലേറ്റായിട്ടാണ് ഇവിടുന്ന് ഇറങ്ങിയത്. സോ ഞാൻ നല്ല രീതിയിൽ കൈ കൊടുത്ത് തന്നെയാണ് പോയത്. അപ്പം ഞാൻ ഈ ഒരു മൈലേജ് എക്സ്പെക്റ്റ് ചെയ്തതല്ല. ഇതിപ്പം ഏകദേശം ഒരു 50-നടുത്ത് മൈലേജ് കിട്ടുന്നുണ്ട്. ഞാൻ 110% ഈ മൈലേജ് കൊണ്ട് ഹാപ്പിയാണെന്ന് തന്നെ പറയും. നമ്മുടെ എക്സ്പ്രസിന് കമ്പനി പറയുന്നത് അറൗണ്ട് 50 ആണ്. പക്ഷേ എൻ്റെ ഇന്നത്തെ ഈ പോക്ക് ഞാൻ ശരിക്കും അലച്ച് തന്നെയാണ് പോയത്. അപ്പം ഈ ഒരു മൈലേജ് ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഈ ഒരു മൈലേജിൽ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എത്രത്തോളം തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ കമൻസോ ക്ലാരിഫിക്കേഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഞാനതെല്ലാം വായിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എത്രത്തോളം തന്നെ ഉള്ളൂ. അപ്പോൾ സീ യു അണ്ടിൽ നെക്സ്റ്റ് വീഡിയോ. ഇസ് സൈനിങ് ഓഫ് ഫ്രം ഷാഗി.